ഹായ്, മഴക്കാലമൊക്കെ ആവുമല്ലേ? അപ്പോൾ പനിയും ജലദോഷവും ചുമയൊക്കെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമ്മൾ അതിനൊരു മുൻകരുതലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ചുക്കാപ്പി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന ചുക്ക്, കുരുമുളക് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ തിപ്പലി, അങ്ങനെ എന്ത് വേണേലും, കരിഞ്ജീരകം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഒന്ന് ചട്ടിക്കകത്ത് വെച്ച് ചെറുതാക്കി ഒന്ന് ചൂടാക്കണമെന്ന് വെച്ചാൽ അതിന് മറ്റുള്ള അതിൻ്റെ ഗുണങ്ങളൊന്നും പോകാത്ത രീതിയിൽ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് മറ്റേ ആടലോടകത്തിൻ്റെയും തുളസി ഇലയുടെ കൂട്ട് ഇടുക. അത് ഒത്തിരി ചൂടാക്കൊന്നും വേണ്ട, അത് പൊടിക്കാൻ വേണ്ടി മാത്രം ചൂടാക്കുന്ന. നമ്മൾ എന്നിട്ട് അത് പൊടിച്ചെടുത്തതിന് ശേഷം മില്ലിൽ നിന്ന് മേടിക്കുന്ന കാപ്പിപ്പൊടിയാണ് അത് ഉപയോഗിച്ചിട്ട് അതും രണ്ടും കൂടെ പൊടികൾ മിക്സ് ചെയ്തെടുത്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. ആ കരിപ്പെട്ടി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ മധുരം കുറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം 2 കരിപ്പെട്ടി എടുത്തേക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കരിപ്പെട്ടി എടുക്കുക. കരിപ്പെട്ടി എടുത്ത് ഉരുക്കി അരിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട്, ഈ പിന്നെ പൊടി ചൂടാക്കുകയൊന്നും വേണ്ട, കരിപ്പെട്ടിയും ചൂടാക്കണ്ട. നമ്മൾ ചൂടാക്കിയ കരിപ്പെട്ടി ഇതിലൊഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മിനുസമുള്ള പ്രതലത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതലത്തിലേക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചതുരത്തിലോ ഒക്കെ ആയിട്ട് അത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ടിന്നിലാക്കി സൂക്ഷിച്ച് വെക്കുക. പിന്നെ നമുക്ക് ചുമയോ പനിയോ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത്, ചുക്കാപ്പി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ബോളെടുത്ത് വെള്ളത്തിലിട്ടാൽ ഈ ഒരു ബോളൊക്കെ 4 പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര, അല്ലെങ്കിൽ പഞ്ചസാരയല്ല, കരിപ്പെട്ടിയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് ചുക്കാപ്പി ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.